അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്ത് ചിന്തയ്ക്കായി 119 സങ്കീർത്തനം 115 വാക്യം നമുക്ക് വായിക്കാം. എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്നു പോകുവിൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. മുല്ലപ്പൂ ഒരു വ്യക്തിയുടെ കൈവശം ഉണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും മുല്ലപ്പൂവിൻ്റെ മണം ഉണ്ടാകും എന്നതുപോലെ തന്നെ നമ്മോട് കൂടെ ജീവിക്കുന്ന വ്യക്തികളുടെ സ്വഭാവം നാം പോലും അറിയാതെ നമ്മിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നിൻ്റെ കൂട്ടുകാരൻ ആരെന്ന് പറ, എന്നാൽ ഞാൻ പറയാം നീ ആരാണെന്ന് എന്ന ചൊല്ല് ചൈനക്കാരുടെ ഇടയിലുണ്ടെന്ന് പറയപ്പെടുന്നു. ജ്ഞാനികളോട് കൂടെ നടക്ക, നീയും ജ്ഞാനിയാകും. ഭോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരുമെന്ന് സദൃശവാക്യങ്ങൾ 13 അധ്യായം 20 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കൂട്ടുകാർ എങ്ങനെയുള്ളവരാണെന്ന് മനസ്സിലാക്കി വേണം അവരുമായി കൂട്ടുകൂടുവാൻ. ഇസ്രായേൽ മക്കൾക്ക് ദൈവം മിസ്രയീമിൽ നിന്നും വിടുതൽ കൊടുത്തു. ജനം പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്നപ്പോൾ ദൈവം അവരെ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ചു. കനാൻ നാട്ടിലേക്ക് പോകും വഴി ദൈവം അവരോട് കൽപ്പിച്ചതെന്നാൽ, നിങ്ങൾ കനാൻ നാട്ടിൽ താമസിക്കുന്നവർ ചെയ്തിരുന്നത് പോലെ മ്ലേച്ഛതകൾ ചെയ്യരുത്. അവരെ അവിടെ നിന്നും നീക്കിക്കളയണം. നിങ്ങൾ അവരെ അവിടെ നിന്നും നീക്കാതിരുന്നാൽ നിങ്ങൾ അവരുടെ പാപപ്രവൃത്തി പോലെ പാപം ചെയ്ത് ജീവിക്കുവാൻ പഠിക്കുകയും ഞാൻ നിങ്ങൾക്ക് അവകാശവുമായി തരുന്ന കനാൻ ദേശത്തു നിന്നും നിങ്ങളെ നീക്കിക്കളയുവാൻ ഇടവരികയും ചെയ്യും. എന്നാൽ ദൈവത്തിൻ്റെ വചനം അവർ പ്രമാണിച്ചില്ല. 106 സങ്കീർത്തനം 35 വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അവരുടെ പ്രവൃത്തികളെ അവർ പഠിച്ചു. തെറ്റുകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുകയും അതിനായി അവസരങ്ങൾ അന്വേഷിച്ച് നടക്കുകയും ചെയ്യുന്ന വ്യക്തികളാണോ നമ്മുടെ സ്നേഹിതർ? ഓർക്കുക, ഒരു ദിവസം നാമും അവരെ പോലെ തെറ്റുകളിലേക്ക് ആകർഷിക്കപ്പെടും. പാപം നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റും, ദൈവം നമ്മെ പാപത്തിൽ നിന്നും അകറ്റും. നമുക്ക് ദൈവവചനം വായിക്കുവാനും അനുസരിക്കുവാനും താല്പര്യമില്ല എങ്കിൽ നാം മനസ്സിലാക്കുകയാണ് നമ്മുടെ ജഡം നമ്മുടെ ആത്മാവിനെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന ദൈവിക വിഷയങ്ങളിൽ താല്പര്യമില്ലാത്ത സ്നേഹിതന്മാരാണ് നമുക്കുള്ളതെങ്കിൽ അങ്ങനെയുള്ള സ്നേഹിതന്മാരെ നാം ഒഴിവാക്കുന്നതാണ് നമ്മുടെ ആത്മീക ജീവിതത്തിന് നല്ലത്. ശമൂവേൽ മുഖാന്തരം ദൈവം ശൗലിനോട് പറഞ്ഞു, നീ അമാലേക്കിൻ്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്നും മായ്ച്ചു കളയണം. കാരണം ആ കാലത്ത് അമാലേക്കർ മഹാദുഷ്ടന്മാരായിരുന്നു. എന്നാൽ ശൗൽ അവരെ പൂർണ്ണമായി നശിപ്പിക്കാതെ അവരുടെ രാജാവിനെയും കൊള്ളയെയും ഇസ്രയേലിലേക്ക് കൊണ്ടുവന്നു. ഒടുവിൽ ശൗൽ ഒരു അമാലേക്കിൻ്റെ കയ്യാൽ തന്നെ നശിച്ചുപോയി. ഇന്ന് നാം വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇഷ്ട വിനോദങ്ങളും സ്നേഹിതരുമായ ലോക ഇമ്പങ്ങൾ നാം ഉപേക്ഷിക്കണം. പുകവലി, മുറുക്ക്, മദ്യപാനം, പൊട്ടച്ചൊൽ, കളിവാക്ക്, നുണ പറയുന്ന സ്വഭാവം, വഞ്ചന, ഏഷണി പറയുന്ന സ്വഭാവം, വ്യഭിചാരം, കൊലപാതകം, കുറ്റം പറച്ചിൽ, ദൈവത്തിനെതിരെയുള്ള സംസാരം, ആഡംബരം തുടങ്ങിയ ഏതെങ്കിലും സ്നേഹിതർ നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായും അങ്ങനെയുള്ള സ്നേഹിതന്മാരെയും ഈ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെയും നാം നമ്മിൽ നിന്നും അകറ്റണം. ഇല്ലെങ്കിൽ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുമ്പോൾ നാമും അതിനോടൊപ്പം ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ ചെന്ന് വീഴും. തന്നെയുമല്ല, ഇപ്രകാരമുള്ള സ്നേഹിതർ നമ്മെ ദൈവത്തെ അനുസരിക്കുവാൻ സമ്മതിക്കുകയുമില്ല. ആകയാൽ സങ്കീർത്തനക്കാരൻ 119 സങ്കീർത്തനം 115 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ, എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്നു പോകുവിനെന്ന് നമുക്കും പറയാം. നാം ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കുവാൻ തയ്യാറായാൽ സാത്താൻ നമ്മെ വിട്ടകന്നു പോവുകയും ദൈവിക സമാധാനം നമ്മിൽ നിറയുകയും ചെയ്യും. ദൈവിക സമാധാനം നമുക്ക് നൽകുവാൻ ലക്ഷ്യം വെച്ച്, ദൈവിക സമാധാനം നമുക്ക് നഷ്ടമാക്കുവാൻ ലക്ഷ്യം വെച്ച് സാത്താൻ ചില ദുർമോഹങ്ങളും ദുഷ്പ്രവൃത്തികളും നമ്മിൽ ഉണ്ടാക്കുവാൻ അപ്രകാരമുള്ള സ്വഭാവക്കാരായ വ്യക്തികളെ ഉപായത്താൽ നമ്മുടെ സ്നേഹിതർ എന്ന ഭാവത്തിൽ നമ്മോട് അടുത്തു വരുമാറാക്കും. ഓർക്കുക, നമ്മുടെ ആത്മീക ജീവൻ ഒരിക്കൽ നഷ്ടമായാൽ വീണ്ടും അത് തിരികെ പ്രാപിക്കുവാൻ നമുക്ക് കഴിയാതെ പോകും. ആകയാൽ എന്ത് വില കൊടുത്തും ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും നമ്മെ അകറ്റിക്കളയുന്ന
പാപ സ്വഭാവങ്ങളാകുന്ന കൂട്ടുകാരെയും പാപ സ്വഭാവങ്ങളുള്ള സ്നേഹിതരെയും നമ്മിൽ നിന്നും അകറ്റി നിർത്തി നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവരുടെ സ്നേഹത്തിൽ വസിക്കുകയും നിത്യജീവന അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങേ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അങ്ങേ തിരിച്ചറിയുവാൻ തക്ക ഹൃദയം അങ്ങ് അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. വീടില്ലാത്തവർക്ക് സ്ഥലവും വീടും കൊടുത്ത് സഹായിക്കണമേ. പ്രത്യാശ നഷ്ടപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങ് അവർക്ക് പ്രത്യാശയും ധൈര്യവും കൊടുത്ത് സഹായിക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.